സ്വർണത്തിന് വില കൂടി എന്നുള്ളത് ഒരു കാരണമെന്ന് പറയാനും മാത്രമുള്ളതില്ല. കാരണം സ്വർണത്തിന്റെ വില ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ കുറച്ച് 1-2 മാസങ്ങളായിട്ട് മാത്രമുള്ള കൂടുതലാണ്. അതല്ല അതിനകത്ത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോക്കർ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ സ്വർണം സൂക്ഷിച്ചു വെക്കുവാനുള്ള സംവിധാനങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ പഴയ കാലത്തുള്ളത് പോലെ തന്നെ അലമാരിയിലോ പെട്ടിയിലോ അല്ലെങ്കിൽ കട്ടിലിനടിയിലോ അല്ലെങ്കിൽ ബെഡിനടിയിലോ ഒക്കെ ആയിട്ട് സൂക്ഷിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. മോഷണം നടക്കുമ്പം ആ കള്ളന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ വീട്ടിൽ കയറിയാൽ എവിടെ നോക്കിയാൽ സ്വർണം കിട്ടുമെന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള കള്ളന്മാർ കൃത്യമായിട്ട് എടുക്കും. മറ്റൊരു സ്ഥലവും ഡാമേജ് ചെയ്യാതെ കൃത്യമായി സ്വർണം തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്ന രീതി ആണ് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ വിലയെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട് തന്നെ ഇന്നിപ്പോ ഒരു ഡോക്ടറുടെ 2 ദിവസം മുമ്പ് ഒരു ഡോക്ടറുടെ ഗായത്രി എന്ന് പറഞ്ഞ MCH മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വീട്ടിൽ നിന്ന് 40 പവൻ അത് അവർ അത്യാവശ്യമായിട്ട് അവരുടെ നാടായ തിരുവനന്തപുരത്ത് മരണാവശ്യവുമായി ബന്ധപ്പെട്ട് പോയ സാഹചര്യത്തിലാണ്. അത് CCTVയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പുലർച്ചെ 1:55 മണിക്കുള്ള CCTVയിൽ കൃത്യമായി കാണുന്നുണ്ട്. മേശയിലും അലമാരിയിലും സൂക്ഷിച്ച് ഇരുന്ന സ്വർണമാണ് മോഷണം ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അത് വീടിന്റെ ഡോറ് കുത്തിപ്പൊളിച്ച് അവരവിടെ താമസമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വീട് വിട്ടു പോകുന്ന സമയത്ത് ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനുള്ള സംവിധാനം കേരള പോലീസിലുണ്ട്. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം 35 ലക്ഷം അല്ലെങ്കിൽ 32 ലക്ഷം രൂപയോളം വില വരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്നത് പറമ്പിൽ ബസാറില് ഒരു മധുസൂദൻ എന്ന് പറഞ്ഞ ആളുടെ വീട് പൊളിച്ച് അകത്ത് കയറിയിട്ട് ഒരു 25 പവനോളം കൊണ്ടുപോയിരിക്കുകയാണ്. അതിലെ പ്രതി ഇന്നിപ്പം കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് മുക്കത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കടകളിൽ 8,000 രൂപ ഉച്ചഭക്ഷണത്തിന് പോയ കടയിൽ നിന്ന് 8,000 രൂപ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ മാവൂരില് ഒരു മോഷണം നടന്നിട്ടുണ്ട്. 45,000 രൂപ ഒരു ആസാംകാരനാണ്, അയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ രീതിയിൽ മോഷണങ്ങൾ കോഴിക്കോട് മാത്രമല്ല, മോഷണങ്ങൾ പൊതുവിലെ സംഭവിക്കാം. കാരണം അതായത് പല കാരണങ്ങളാലാണ് മോഷണങ്ങൾ വർദ്ധിക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും മോഷണമുണ്ട്. കള്ളനും പോലീസും എന്നുള്ള പേര് തന്നെ ആ കള്ളൻ ഉള്ളത് കൊണ്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ പോലീസ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്, കള്ളനെ പിടിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് മോഷണം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. മോഷണം പ്രിവെന്റ് ചെയ്യുകയാണ്. ഏത് ക്രൈം ആണെങ്കിലും പ്രിവെന്റ് ചെയ്യുന്നതിലാണ് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ പോലീസിന്റെ കഴിവെന്ന് പറയുന്നത്. ഇപ്പം നൈറ്റ് പെട്രോളിങ് അല്ലെങ്കിൽ രാത്രികാല പെട്രോളിങ് അത് ശക്തമാക്കുക, വാഹന പരിശോധന ശക്തമാക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ബാഡ് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഉണ്ട്. അതായത് സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ, മോഷണം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പിന്നെ ജയിലിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, മോഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരുണ്ട്. സാധാരണ ജയിലിൽ നിന്നൊക്കെ 2 വർഷം 3 വർഷം തന്നെ, പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം കള്ളന്മാരുടെ ഒരു ജയിലായിട്ടായിരുന്നു തൃശ്ശൂർ പണ്ടുണ്ടായിരുന്നത്. അപ്പൊ ഇറങ്ങി വരുന്ന വഴി തന്നെ അവര് വീട് കുത്തിപ്പൊളിച്ച് അവർക്ക് ആവശ്യമുള്ള കാശ് കൊണ്ടുപോവുകയാണ്. ഇവരെങ്ങനെയാണ് വീട് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് അവര് ഇങ്ങനെ കറങ്ങി നടക്കും ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ. അപ്പൊ ലൈറ്റ് ഇട്ട് കാണാത്ത വീടാണെങ്കിൽ അവര് അത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം ഫസ്റ്റ് ഷോയ്ക്കോ വല്ലതും പോകും, അല്ലെങ്കിൽ സെക്കൻഡ് ഷോയ്ക്കോ പോയിട്ട് തിരിച്ച് വീണ്ടും വരുമ്പോൾ അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ ആ വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറുന്നതാണ്. കള്ളന്മാരുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ പല രീതിയിലും ഉള്ളതാണ്. പിന്നെ നൈറ്റ് പെട്രോളിംഗ് മാത്രമല്ല, പോലീസിലിപ്പം വളരെ അധികം അതായത് ചുമതല അല്ലെങ്കിൽ ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ പോലീസുകാർക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവിലുണ്ട്. അപ്പൊ നൈറ്റ് പെട്രോളിംഗ് ശക്തമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. പല പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അത് അവര് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ്. മേലുദ്യോഗസ്ഥർ അതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ പോലീസിൽ അംഗസംഖ്യ കുറവുണ്ട്, ഷോർട്ടേജ് ഉണ്ട്. പത്തഞ്ഞൂർ റിപ്പോർട്ട് 7,000-ഓളം സിവിൽ പോലീസ് ഓഫീസർമാരും 500-ലധികം സബ് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഒരു വലിയൊരു സംഖ്യ പോലീസിന്റെ കുറവുണ്ടെന്നുള്ള റിപ്പോർട്ട് DGP ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അത് നമ്മൾ ഒരു കാര്യമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട്. പണ്ടൊക്കെ പോലീസ് എങ്ങനെയാണോ കളവ്, മോഷണം, മോഷ്ടാക്കൾ എവിടെയാണോ പണം ദൂർത്തടിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാനായിട്ട് രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. ആ രഹസ്യമായിട്ട് അവര് നാട്ടിൽ ഇറങ്ങി നടന്ന് മഫ്തിയിൽ പോയി അങ്ങനെയുള്ള സെന്ററുകൾ പരിശോധന നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴ് മറ്റൊരു പേരിട്ട് വിളിക്കുന്ന വേശ്യാലയം പോലെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അപ്പം പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പണം ചെലവഴിക്കാൻ. ഇപ്പൊ ഒരു അഖിലൻ എന്ന് പറഞ്ഞ ഒരാളെ ഇന്ന് പിടിച്ചിട്ടുണ്ട്. 25 പവൻ ഉൾപ്പെടെയുള്ള 14 കേസുകൾ അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
അയാളെ കണ്ടു കിട്ടാനുള്ളത് സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് മോഷണം നടത്തുന്ന സമയത്ത് അയാൾ ഓടി രക്ഷപ്പെട്ടു, നാട്ടുകാർ അറിഞ്ഞിട്ട്. അവിടുന്ന് കിട്ടിയ സ്കൂട്ടറിന്റെ നമ്പർ വെച്ചാണ് അയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അയാൾ മറ്റൊരു ബൈക്ക് എടുത്ത് പോകുമ്പോൾ തടഞ്ഞു നിർത്തി പിടിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ അത് ശരി തന്നെയായിരിക്കും. പോലീസ് പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും മോഷണം ഉണ്ടാകുമ്പോൾ പോലീസ് ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൽ ശ്രദ്ധ പ്രത്യേകം പതിയേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. പിന്നെ ആളില്ലാത്ത വീടുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത് അത് ആ രീതിയിൽ തന്നെയാണ് ഈ മോഷണം നടക്കുന്നത്. ഇതിപ്പോ ആളില്ലാത്ത വീടുകൾ മാത്രമല്ല, ആളുള്ള വീടുകളിൽ കയറി മോഷണം നടത്തുകയും കൊലപാതകം വരെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഇത് മാറാം. സംഘടിതമായ അതായത് ഡെക്കോയിറ്റി പോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഇത് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശക്തമായ പോലീസ് സജ്ജീകരണങ്ങൾ, പോലീസിന്റെ നോട്ടം, അല്ലെങ്കിൽ പോലീസ് അതിനുവേണ്ടി ഉറക്കളച്ച് തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പോലീസിനെ നിർവീര്യമാക്കുന്ന രീതിയിൽ, പോലീസിന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇതിനൊരു പരിധിവരെ ഘടകങ്ങളായി മാറാം ചിലപ്പം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പോലീസിനെതിരായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ പോലീസിന്റെ പല രീതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് പോലീസിന്റെ വീര്യം കുറയ്ക്കുന്ന ഘട്ടത്തിലേക്കോ അല്ലെ അങ്ങനെ ഒരു രീതിയിലേക്കോ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഓരോ ആൾക്കാരെയും പിടിക്കുന്നുണ്ട്, പലയിടത്തും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കേസുകൾ. അങ്ങനെ തന്നെ അത് നിർത്തലാക്കും, അല്ലെങ്കിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ പൊതുജനങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് 25 പവനൊക്കെ വീട്ടിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു റിസ്ക് തന്നെയാണ്. കൃത്യമായിട്ട് ഈ ബാങ്കുകളെ സമീപിക്കുക, അവരുടെ ലോക്കൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ പല ആളുകളും അതൊന്നും തന്നെ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത്രയ്ക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അത് എന്തുകൊണ്ടോ അവരൊക്കെ തന്നെ അതിൽ നിന്ന് വിമുക്തത കാണിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സേഫ് സംവിധാനങ്ങൾ അതൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ്? ഈ വീട്ടിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരുപാട് സേഫുകൾ ഉണ്ടല്ലോ. വീട്ടിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന സേഫുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് പറ്റുന്നതല്ല. അത് നല്ല വിലപിടിപ്പുള്ളതാണ്. പിന്നെ അത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. അങ്ങനെയുള്ള വീട് കെട്ടുറപ്പുള്ള നല്ല ശക്തമായ വീടുകളാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നല്ല കാര്യം തന്നെയാണ്. കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇവിടെ എല്ലാം CCTV ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം CCTVയിൽ ഈ കള്ളൻ വന്നു പോകുന്നത് കാണുന്നുണ്ട്. അതിനർത്ഥം CCTV ഉണ്ടെങ്കിൽ പോലും ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് മോഷ്ടിക്കുമെന്നുള്ള ആ ഒരു വെല്ലുവിളി പോലെയാണ് കള്ളന്മാർ വരുന്നത്. കാരണം അവരെ തിരിച്ചറിയാൻ മുൻ കേസുകളിൽ പെട്ടവരായിരിക്കില്ല. ചിലപ്പം നമുക്ക് കണ്ട് തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഈ പറഞ്ഞ അഖിലെന്ന് പറഞ്ഞ ആ ആളെ പിടിച്ചിരിക്കുന്നവർക്ക് അയാൾക്ക് സാമ്പത്തിക ബാധ്യത മൂലമാണ് ഞാൻ മോഷണത്തിന് ഇറങ്ങിയതെന്നാണ് അയാൾ പറയുന്നത്. ചിലപ്പോൾ അയാൾ മുൻപ് മറ്റു കേസുകളിൽ പെട്ടതായിരിക്കില്ല. അപ്പം ഈ ലോക്കർ സംവിധാനങ്ങൾ എല്ലാവർക്കും ഒന്നും സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കണമെന്ന് നിർബന്ധമില്ല. സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ഉള്ള ആളുകളായിരിക്കും. പക്ഷെ സ്വർണം പലരും അതൊരു വൈകാരിക പ്രശ്നമാണ്. സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലോക്കറിലോ മറ്റൊരിടത്തോ കൊണ്ട് വെക്കുന്നതിൽ താല്പര്യമില്ല. അവരുടെ അലമാരിയിലോ പെട്ടിയിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ട് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. കൂടുതലും സ്വർണം ഉപയോഗിക്കുന്നത് സ്ത്രീകളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഘടകമുണ്ട്. ഞങ്ങൾ പലപ്പോഴും അവരോട് നിങ്ങൾ ലോക്കർ ഉപയോഗിച്ചുകൂടെ, ലോക്കർ ഉണ്ടായിട്ട് പോലും ലോക്കറിൽ വെക്കാതെ വീട്ടിൽ വെച്ചിട്ട് മോഷണം നടന്ന് സ്വർണം നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.